നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ എന്തൊക്കെ കാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. സുഹൃത്തുക്കളെ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ, അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവാൻ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ, അതുപോലെ നമ്മുടെ ഇൻകം വർദ്ധിക്കാൻ ഇസ്ലാമിക് സ്കോളേഴ്സ്, ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചില സൂറത്തുകൾ പാരായണം ചെയ്യാൻ, ചില ആയത്തുകൾ പാരായണം ചെയ്യാൻ, ചില ഹദീസിൽ വാരിദായ ദിക്റുകൾ പാരായണം ചെയ്യാൻ, അതുപോലെ ചില മന്ത്രങ്ങൾ ഉരുവിടാനൊക്കെ സ്കോളേഴ്സ് നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ എന്തൊക്കെ കാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഓരോന്നായി. 1. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ നാം ചെയ്യേണ്ടത് യാ ഹമീദൽ ഫിആലി ദൽ മന്നി അലാ ജമീ ഖൽഖിഹി ബിലുത്ഫി. ഈ ദിക്ർ പതിവാക്കിയാൽ പരിധി നിശ്ചയിക്കാൻ കഴിയാത്തത്ര സമ്പത്ത്, അബൻഡൻസ് നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് ഇസ്ലാമിക് സ്കോളേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2. യാ ലത്തീഫ് എന്ന ദിക്ർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ സുബഹി നമസ്കാരത്തിന് ശേഷം കഴിവിൻ്റെ പരമാവധി നാം പാരായണം ചെയ്താൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കി തരും. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അബൻഡൻസ് നമ്മളിലേക്ക് വന്നു ചേരും എന്നും നമുക്ക് കിതാബുകളിൽ കാണാം. 3. സാമ്പത്തിക പ്രതിസന്ധി മൂലം നിരാശരായ ആളുകൾ യാ മുഗ്നി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ഓരോ ദിവസവും 1000 തവണ ചൊല്ലിയാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ ദാരിദ്ര്യങ്ങളും നീക്കി കൊടുത്തുകൊണ്ട്, അവൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം അള്ളാഹു നീക്കി കൊടുത്തുകൊണ്ട് അവന് സാമ്പത്തികമായി അള്ളാഹു അഭിവൃദ്ധി നൽകും എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. 4. സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും ദിവസവും പാരായണം ചെയ്താൽ, പതിവാക്കിയാൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ ദാരിദ്ര്യമില്ലാതാക്കിക്കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇനി മറ്റൊരിടത്ത് കാണാം, ആയത്തുൽ കുർസി രാവിലെയും വൈകുന്നേരവും പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സാമ്പത്തികമായ അഭിവൃദ്ധി അവനിക്ക് നൽകും എന്ന് നമുക്ക് കാണാം. 6. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി സൂറത്ത് മാഇദയിലെ 112-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ആയത്ത് പതിവാക്കിയാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ദാരിദ്ര്യം നീക്കി കൊടുക്കും, സാമ്പത്തിക അഭിവൃദ്ധി കൊടുക്കും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. 7. സൂറത്ത് തക്കാസുർ പതിവാക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. കിതാബിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ സൂറത്തു തക്കാസുർ പതിവാക്കുക. അതുപോലെ നമുക്ക് വൽ ആദിയാത്തി സൂറത്ത് എഴുതി സൂക്ഷിച്ചാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്നും നമുക്ക് കിതാബിൽ കാണാം. അതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ വൽ ആദിയാത്തി സൂറത്ത് ചെറിയ സൂറത്താണ്, അത് എഴുതി സൂക്ഷിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി തരും. അതുപോലെ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യം, ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ കേട്ടതും പല ഗ്രന്ഥങ്ങളിൽ വായിച്ചതുമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനായ ആ സ്വഹാബി വലിയ സമ്പന്നനായിരുന്നു. ആ സ്വഹാബിയുടെ മേൽ എല്ലാ ദിവസവും ഫാത്തിഹ പാരായണം ചെയ്ത് ഹദിയ ചെയ്യുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സാമ്പത്തികമായി അഭിവൃദ്ധി തരും എന്നാണ് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ നാം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അതിൽ ചിലതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഈ പറഞ്ഞത് മുഴുവനും എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല. പല ആളുകളും പല ജോലി തിരക്കും കാര്യങ്ങളും ഉള്ളവരാണ്, സമയത്തിനൊക്കെ പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ പറയുന്നതിൽ 1, 2, 3 കാര്യം നമ്മൾ ദിവസം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി തരും. അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സയ്യിദ് ഉമർ സഖാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോയിൽ പുതിയ വിഷയവുമായി വീണ്ടും നിങ്ങളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.